ഹലോ, എവിടെ താൻ? താൻ എവിടെ സെബാസ്റ്റ്യ? എന്നെ കാണാതെ ഒളിച്ച് കളിക്കണ്ട. തൻ്റെ പേര് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ താൻ പെടും, മനസ്സിലായോ? എനിക്ക് എവിടെ ആയാലും തന്നെ അറിയണം, താൻ എവിടെയാണെന്നുള്ളത് അറിയണം. ഏ എവിടെ ഏത് മാളത്തിൽ പോയിരുന്നാലും ഞാൻ പൊക്കും. ഞങ്ങൾ പോലീസുകാരെ പിടിക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എവിടുന്നാലും നിന്നെ പൊക്കും. നീ ഒളിക്കേണ്ട സെബാസ്റ്റ്യ. നീ ജോലി ചെയ്യുന്ന ഫ്ലാറ്റിൽ അല്ല ഹോട്ടലിൽ വന്നിട്ട് നിന്നെ ഞങ്ങൾ പിടിക്കും, മനസ്സിലായല്ലോ? എവിടെ ആയാലും നീ മുങ്ങണ്ട. എത്രയും വേഗം പൊങ്ങുവാണ് നല്ലത്. എത്രയും വേഗം നീ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നെ ഞങ്ങൾക്ക് മാപ്പ് സാക്ഷിയാക്കാം. അതല്ലാതെ ഒരു രക്ഷയില്ല. നീ ഏത് രാജ്യത്ത് എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിന്നെ പിടിക്കും, മനസ്സിലായോ? നീ എവിടെയാണെന്ന് എനിക്കറിയാം. നീ ഈ കോട്ടയത്ത് തന്നെയുണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായോ? ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ കാണും. പിടിക്കും എന്നുള്ള ഉറപ്പാണ്, പിടിക്കും. അപ്പോൾ നീ എത്രയും വേഗം പോരുക നല്ലത്. ഓഹോ, അപ്പോൾ അതുവരെ എത്തിയ സംഗതിയില്ലേ? എന്നെ പിടിക്കാനേ സാറ് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ കോട്ടയത്ത് നിന്നല്ല ഏത് പട്ടിക്കാട്ടി പോയി ഒളിച്ചു കഴിഞ്ഞാലും സാറിന് പിടിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ സ്വന്തമായിട്ട് കീഴടങ്ങേണ്ടി വരും. അതിനിപ്പോൾ തൽക്കാലം എനിക്ക് സൗകര്യവുമില്ല. സാറിൻ്റെ പണി നോക്ക്, മനസ്സിലായോ? സെബാസ്റ്റ്യനെ ഈ വേഷം ഇട്ടിട്ടേ എന്ത് നാറിയ പരിപാടിയും ചെയ്യും. അതാണ് ഈ സെബാസ്റ്റ്യൻ, മനസ്സിലായല്ലോ? നമ്മൾ രണ്ട് ഫേസൊന്നും മാറ്റമൊന്നുമില്ല, രണ്ടുപേരും ഫേസ് ഒരുപോലെയാണ്. ഞാൻ സെക്യൂരിറ്റി, താങ്കൾ പോലീസുകാരൻ. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യും, സാറ് ബുദ്ധിമുട്ടണ്ട. എന്നെ അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത് ശരി. നീ സെക്യൂരിറ്റി വേഷം ഇട്ടുകൊണ്ട് എന്ത് പോക്കൃത്തിനും ചെയ്യുന്നു? നീ ആരെയാണ്? ഞങ്ങളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ പെടുമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പാണ്. നീ സെക്യൂരിറ്റി വേഷം ഇട്ടിട്ട് ഇതിലും വലിയ വൃത്തികളും പോക്കൃത്തവും ചെയ്യുന്ന ഒരു ഫ്രോഡാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എത്രയും വേഗം നീ കീഴടങ്ങുന്നതാണ് നിനക്ക് ബുദ്ധി. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ നല്ലോ അനുസരിക്കുക. അതല്ലെങ്കിൽ പണി പാടും മോനെ. ഇത് 8ൻ്റെ പണിയാണ് നിനക്ക് കിട്ടാൻ പോണത്, മനസ്സിലായോ? ഇന്നല്ലെങ്കിൽ നാളെ നീ പെടും. ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിൻ്റെ ഭീഷണിത്തരം നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി, മനസ്സിലായല്ലോ? ഓക്കെ, എപ്പോൾ നീ വരും? എപ്പോൾ ഹാജരാകാൻ പറ്റും? 2 കൊല്ലം മുന്നേ ആ കൊലക്കേസ് വരെ നിന്നെ അതിൽ പ്രതിയാക്കി ചേർത്തിട്ടുണ്ട്. അത് നീ മനസ്സിലാക്കുന്ന നിനക്ക് നല്ലത്, മനസ്സിലായോ? ഓക്കെ, തൽക്കാലം എനിക്ക് കീഴടങ്ങാൻ താല്പര്യമില്ലെങ്കിലോ ഞാൻ കീഴടങ്ങുന്നില്ല. സാറ് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക, നമുക്ക് നോക്കാം. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ സാറിന് ഞാൻ അംഗീകരിക്കും. സാറ് തികഞ്ഞൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും, മനസ്സിലായല്ലോ? എന്നെ സാറെന്നല്ല, ഒരുപാടുപ്പെട്ടവർക്കൊന്നും ഇപ്പം ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും ആർക്കായാലും എന്നെ വല വിരിച്ചാൽ കിട്ടത്തില്ല. ഇനി സാറ് ചെയ്യാൻ പറ്റുമെങ്കിൽ സാറ് ചെയ്യാൻ, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, നമുക്ക് നോക്കാം. ശരി വരട്ടെ. ഇങ്ങോട്ടാണോ? നാളെ രാവിലെ 10 മണിക്ക് എത്തുമോ? പോരാ, എത്രയും വേഗം കീഴടങ്ങാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം കീഴടങ്ങാം. നിന്നെ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവർ നിന്നെ തിരഞ്ഞിട്ടില്ല. മറ്റുള്ള പോലീസുകാർ നിന്നെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാട്ടിക്കൊടുക്കും. നീ എൻ്റെ കൈ കൊണ്ട് തന്നെ പിന്നെ നിൻ്റെ അന്ത്യം അങ്ങനെ ആവും, മനസ്സിലായല്ലോ? നിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആവും മരിക്കുന്നത് നീ. അപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നീ കോടതി കീഴടങ്ങുന്നതല്ലേ. നിന്നെ മോനെ വിടൂല ദിനേശ, വിടത്തില്ല. നിൻ്റെ ഒരു കളി ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല, ഞങ്ങളെ അത് സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര വേഗം കീഴടങ്ങുന്നതാണ് ബുദ്ധി, മനസ്സിലായോ? നീ എവിടെ ഏത് മാളത്തിൽ പോയിട്ട് ഒളിച്ചിരുന്നോ വിഷയമില്ല. നീ നിൻ്റെ വീട് കാണില്ല, കുടുംബം കാണത്തില്ല, മനസ്സിലായല്ലോ? അതിനുള്ള പണികളൊക്കെ ഞങ്ങൾ സെറ്റപ്പാക്കി ചെയ്തിട്ടുണ്ട്. നിനക്ക് പുറത്തിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. നീ ഏത് മാളത്തിലാണെങ്കിൽ ആ മാളത്തിൽ തന്നെ ഇരിക്കും. നിന്നെ അവിടെ ഇട്ട് ഞങ്ങൾ പിടിക്കും, മനസ്സിലായല്ലോ? ഓക്കെ, നിനക്ക് ഇനി കൂടുതൽ വർത്താനമൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ, എന്നാൽ പിന്നെ സാറിൻ്റെ ആഗ്രഹം പോലെ ഞാൻ ചെയ്യാം. ഞാൻ കീഴടങ്ങാം നാളെ രാവിലെ 10 മണിക്ക്. അതുപോലെ ഇന്നൊരു ദിവസം കയറി ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിന്നോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാറ് യമന്മാരെ വിട്ട് എന്നെ പിടിപ്പിക്കരുത്. ഞാൻ അവിടെ വന്ന് കീഴടങ്ങിക്കോളാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അത് പറ്റുമോ? എന്തായാലും എനിക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ എങ്ങനെയും കീഴടങ്ങി പോവുകയാണ്. കാരണം വെച്ചാൽ ഇതുവരെയുള്ള ജീവിതങ്ങളൊക്കെ മടുത്തു. ശരി, എന്നാൽ അങ്ങനെ ചെയ്യാമല്ലോ. ഓക്കെ.
സാർ എവിടെ കാത്തിരിക്കും, ഞാൻ സ്റ്റേഷനിൽ വരണം. ഓക്കെ, അതിന് റെഡിയാണ്. അതെ, കീഴടങ്ങുമോ എന്ന് കീഴടങ്ങും. വളരെ നല്ല കാര്യം. എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് പണി പ്രയാസം കുറവുണ്ടാവും, ബുദ്ധിമുട്ടേണ്ടി വരില്ല. എത്രയും വേഗം കീഴടങ്ങി അത്രയും നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും നിന്നെ സാക്ഷിയാക്കാം, നിൻ്റെ മറ്റുള്ളവരെയും ഞങ്ങൾ പിടിക്കും. ഇല്ലല്ല, യാതൊരു ദാക്ഷിണ്യവുമില്ല. പിടിക്കുന്നു വെച്ചാൽ പിടിക്കുന്നു. നിനക്ക് കീഴടങ്ങണമെങ്കിൽ ഈ നിമിഷം കീഴടങ്ങാം. പറ്റുമോ? എന്നിട്ട് പറ ബാക്കി വർത്തമാനം.